പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായി നമുക്ക് നാഥനായ ഖാലിഖായ റാസിഖായ പടച്ചതമ്പുരാനെ മറന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരെത്തിനോട്ടം നടത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കണം എങ്കിൽ ആദ്യമായി അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ സംബന്ധിച്ച് നാം ബോധവാന്മാരാകണം. അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ സംബന്ധിച്ച് നാം ബോധവാന്മാരാകണമെങ്കിലോ അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചും നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചും നാം മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി പടച്ച തമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നല്ല നിലയിൽ ചിന്തിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹുവിനെ പറ്റി നല്ലതുപോലെ ആഴത്തിൽ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പടച്ച തമ്പുരാനെ പറ്റി നല്ല നിലയിൽ നാം ചിന്തിച്ചാൽ മാത്രമേ അള്ളാഹുവിനെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം അഫലാ യഅലമൂൻ, അഫലാ യഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, അഫലാ യൻദുറൂൻ, അഫലാ യസ്മഊൻ. അവർ കാണുന്നില്ലേ, അവർ കേൾക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അവരാഴത്തിൽ ആലോചിക്കുന്നില്ലേ എന്ന് തുടങ്ങി ധാരാളം ചിന്തനീയമായ ആഹ്വാനങ്ങൾ നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നല്ല നിലയിൽ മനസ്സിലാക്കാൻ, അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആഹ്വാനം നടത്തുന്നു. പരിശുദ്ധമായ ഖുർആനിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. പടച്ച തമ്പുരാൻ ചോദിക്കുന്നു അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? എങ്ങനെയാണ് ആകാശലോകത്ത് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങളെ നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? വഇലൽ അർളി കൈഫ സുതിഹത്, എങ്ങനെയാണ് ഈ ഭൂമി ലോകത്തെ പരത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാനാണ് ചോദിക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത് കനാന്ധകാരത്തിലേക്ക് ആപതിച്ചുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിക്കൂട്ടത്തോടാണെങ്കിൽ അക്കാലഘട്ടത്തിൽ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല, ശാസ്ത്രീയ കണ്ടെത്തലുകൾ നടത്തിയിട്ടില്ല. എന്തിനേറെ പറയണം, പുരാതന ശാസ്ത്രം പോലും വെളിച്ചം കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചിന്തനീയമായ ഒരു ചോദ്യം പരിശുദ്ധമായ ഖുർആനിലൂടെ നടത്തുന്നതെങ്കിൽ അതിന്റെ വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരം മോഡേൺ സുവോളജി അഥവാ ആധുനിക ജന്തുശാസ്ത്ര വിഭാഗം നമുക്ക് നൽകുകയാണ്. മോഡേൺ സുവോളജി ഒട്ടകത്തിന്റെ സവിശേഷതയെ സംബന്ധിച്ച് ആധികാരിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. Camel can survive without food and water for a long time. Most animals would die if they lose 15% of water. This is called dehydration. But camel can lose 20 to 25% of water without becoming dehydrated. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാധാരണ ജീവിയുടെ ശരീരത്തിൽ നിന്നും 15% ജലോർജം നിർജ്ജലീകരിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ജീവി മരിച്ചു വീഴുകയാണ്. But camel can lose 20 to 25% of water without becoming dehydrated. എന്നാൽ ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്നും 20 മുതൽ 25% വരെ ജലോർജം നിർജ്ജലീകരിക്കപ്പെട്ടു പോയാലും അതിനെ തരണം ചെയ്യാനുള്ള ശേഷി ഒട്ടകത്തിനുണ്ടെന്ന് ആധുനിക ജന്തുശാസ്ത്ര വിഭാഗം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ 1400 സംവത്സരങ്ങൾക്കപ്പുറം പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും ധാരാളം സവിശേഷതകളുടെ കേദാരമാണ് ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം സവിശേഷതകളുടെ കേദാരമാണ്. സൂര്യന്റെ ചൂടേറ്റ് തിളച്ചുമറിയുന്ന മരുഭൂമിയുടെ മണൽ പരപ്പിലൂടെ മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം യാതൊരു വിധമായ പ്രശ്നവും കൂടാതെ നടന്നു നീങ്ങാൻ ഒട്ടകത്തെ കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത്തരത്തിൽ പ്രത്യേകം കാലുകളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ സംവിധാനിച്ചിരിക്കുന്നത്. എന്നാലോചിച്ചു നോക്കൂ പ്രിയരെ, വിദേശ രാഷ്ട്രങ്ങളിൽ നല്ല ചൂടുള്ള സമയത്ത് ഒന്ന് പുറത്തേക്ക് ചെരുപ്പിടാതെ ഇറങ്ങാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന എത്രത്തോളം പവർഫുൾ ആയിട്ടാണെന്ന് നാം മനസ്സിലാക്കണം. ഇനിയും നിങ്ങൾ നോക്കൂ, മരുഭൂമിയിലെ ഇളകിമറിയുന്ന പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങൾ വന്ന് അതിന്റെ കണ്ണിലേക്ക് പതിച്ചാലും യാതൊരു വിധമായ പ്രശ്നവുമില്ലാത്ത തരത്തിൽ അതിന് പ്രത്യേകമായ സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന്റെ കണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകം കൺപീലികൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന്റെ കണ്ണിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ പ്രിയരെ, ഒട്ടകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അതിന്റെ മുതുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വച്ചിരിക്കുന്ന പ്രത്യേകതരം ഒരു ഹമ്പ്, പ്രത്യേകതരം ഒരു പൂഞ്ഞ്. ആ പൂഞ്ഞിൽ ആവശ്യമായ വെള്ളവും ഭക്ഷണവും അതിന്റെ ഊർജം അത് സ്വീകരിച്ചു വെക്കുകയും ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ദീർഘദൂര യാത്രകളിൽ ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒന്നും ലഭിക്കാതെ വരുമ്പോൾ
ഈ ഹംബിൽ നിന്നും ആവശ്യമായ ഊർജം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും ഒട്ടകത്തെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ 1400 സംവത്സരങ്ങൾക്കപ്പുറം പടച്ചതമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടകത്തിന് ഒരേ സമയം 140 ലിറ്റർ വെള്ളം കുടിച്ചു തീർക്കാൻ ഒട്ടകത്തെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസും രാത്രി സമയങ്ങളിൽ 34 ഡിഗ്രി സെൽഷ്യസുമാണ് ഒട്ടകത്തിന്റെ താപനില. ഇതുപോലെ ധാരാളം സവിശേഷതകളുടെ കേദാരമാണ് ഒട്ടകം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 സംവത്സരങ്ങൾക്കപ്പുറം പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിച്ചത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? ഈ ഒട്ടകത്തെ സംബന്ധിച്ച് നാം നല്ല നിലയിൽ ഗവേഷണം നടത്തിയാൽ, ഈ ഒട്ടകത്തെ സംബന്ധിച്ച് നാം നല്ല നിലയിൽ ഒന്ന് പഠനം നടത്തിയാൽ ഖാലിഖായ പടച്ചതമ്പുരാനെ പറ്റി നമുക്ക് നല്ല നിലയിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ ഒരിക്കലും അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം നയിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. ഇനിയും നിങ്ങൾ നോക്കൂ പ്രിയരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്, വ ഇലസ്സമാഇ കൈഫ റുഫിഅത്. എങ്ങനെയാണ് ആകാശ ലോകത്തെ ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? എങ്ങനെയാണ് ആകാശലോകത്ത് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം അത്ഭുതങ്ങളുടെ കലവറയായി ഉയർന്നു നിൽക്കുന്ന ആകാശം, ധാരാളം നക്ഷത്രങ്ങൾ, ഗാലക്സികൾ കൊണ്ട് അലങ്കൃതമായ ആകാശം, മനുഷ്യ ശ്രദ്ധയെ ആകർഷിക്കുന്നതായ ധാരാളം സൗന്ദര്യപൂർണമായ വസ്തുക്കൾ കൊണ്ട് അലങ്കൃതമായ ആകാശലോകം, which is full of order and regularity. അത് കൃത്യമായ ചിട്ടയിലും താളത്തിലും ക്രമത്തിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ താളത്തിലും ക്രമത്തിലും അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, how wonderful these great celestial bodies are fixed on their orbits. ആധുനിക ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. എത്ര അത്ഭുതകരമായാണ് ഓരോ ആകാശഗോളങ്ങളെയും അതിന്റെ ഭ്രമണ പദത്തിൽ തറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു, they have no pillars but stand firm. ഈ കാണുന്ന ആകാശത്തിന് തൂണുകളില്ല, എന്നാൽ യാതൊരു വിധമായ അനക്കമോ ഇളക്കമോ കൂടാതെ അത് നിലനിൽക്കുകയാണ്. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൂനഹാ. നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള തൂണുകളെ കൊണ്ട് ആകാശത്തെ ഉയർത്തിയവൻ അല്ലാഹു ആണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും അതിന്റെ ഭ്രമണപഥത്തിന് യാതൊരു വിധമായ മാറ്റവും കൂടാതെ നിലനിൽക്കുകയാണ്. ഇക്കാണുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും മറ്റ് ഗവേഷണങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഉന്നയിച്ച ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥതലങ്ങളെ, അർത്ഥവ്യാപ്തിയെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്, വൈലൽ ജിബാൽ
എങ്ങനെയാണ് പർവ്വതങ്ങളെ നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ലേ? എങ്ങനെയാണ് ഈ ഭൂമിലോകത്തെ പരത്തപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ ഈ ലോകത്ത് നമുക്ക് ദൃഷ്ടാന്തമായി അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പടച്ച തമ്പുരാനെ പറ്റി ചിന്തിക്കാനുള്ള ആഹ്വാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നടത്തുകയാണ്. പടച്ച തമ്പുരാന്റെ ഈ അധ്യാപനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചിന്തനീയമായ ആഹ്വാനങ്ങളെ നാം ഏറ്റെടുക്കണം. അല്ലാഹുവിനെ പറ്റി പഠിക്കണം. പടച്ച തമ്പുരാനെ പറ്റി നല്ല നിലയിൽ ഗവേഷണം നടത്തണം. അങ്ങനെ അല്ലാഹുവിനെ പറ്റി പഠിച്ചാൽ ഖാലിഖായ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നാം ഒന്ന് പഠിച്ചാൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് മറന്നുകൊണ്ടൊരു ജീവിതം നയിക്കാൻ നമ്മെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പറ്റി പഠിക്കാനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും സ്വന്തം ശരീരത്തെ പറ്റി പഠിച്ചാൽ ഫഖദ് അറഫ റബ്ബഹു, അവന് അവന്റെ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാൻ കഴിയുമെന്ന് ആരംഭ കൺമണി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നമ്മുടെ ഈ സ്വന്തം ശരീരത്തെ പറ്റിയൊന്ന് ഗവേഷണം നടത്തി കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സംസാരം അത് സംസാരമായി മാറി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയരേ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ആദ്യമായി ഈ സംസാരം എന്റെ ബ്രെയിനിൽ രൂപീകരിക്കപ്പെടണം. ബ്രെയിനിൽ രൂപീകരിക്കപ്പെടുന്ന ഈ സംസാരം അത് വാചകങ്ങളായി മാറണം. ആ വാചകങ്ങളും വാക്കുകളും അനുഭവങ്ങളുമായി കൂടിക്കലരണം. അങ്ങനെ അനുഭവങ്ങളുമായി കൂടിക്കലർന്ന വാച്യങ്ങളും വാക്കുകളും പുറത്തേക്ക് ശബ്ദരൂപത്തിൽ നിർഗളിക്കുന്നു. ഇങ്ങനെ പുറത്തേക്ക് നിർഗളിക്കുന്ന സംസാരം യാതൊരു വിധമായ കണക്ഷനും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാതുകളിലേക്ക് വന്ന് പതിക്കുകയും അവിടെ അത് സേവ് ചെയ്യപ്പെടുകയും ആവശ്യാനുസൃതം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവായ ഖാലിഖായ പടച്ച തമ്പുരാനില്ലേ പ്രിയപ്പെട്ടവരെ? ആ പടച്ച തമ്പുരാനെ പറ്റി പഠിച്ചാൽ മറന്ന് മരണത്തെ മറന്ന് അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം നയിക്കാൻ നമ്മെ കൊണ്ടൊരിക്കലും സാധ്യമല്ല. എന്നാൽ അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെ മുഴുവനും വിസ്മരിച്ചുകൊണ്ട് മനുഷ്യനങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ ഈ മനുഷ്യനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനത്തെ എടുത്തു കളയുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കൂ പ്രിയരേ. വർത്തമാനകാല സംഭവ വികാസങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കിന്ന് കാണാൻ കഴിയുന്ന രംഗങ്ങൾ ഓരോന്നോരോന്നും നമ്മെ ഞെട്ടിപ്പിക്കുന്നതല്ലേ. ഒരു ഭാഗത്ത് മദ്യപിച്ചു മത്തടിച്ചു മലക്കം മറിഞ്ഞു മതോന്മത്തരായി പട്ടാപ്പാതിരാത്രിയുടെ കുറ്റാക്കൂരിരുട്ടിൽ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന പോസ്റ്റുകളോടും സർവേ കുറ്റികളോടും കഥ പറഞ്ഞ് ആടിയാടി സ്വന്തം വീടുകളിലേക്ക് കയറി വന്നിട്ട് പ്രിയപ്പെട്ടവരെ നിരാലംബരായ ഭാര്യയെയും പിഞ്ചു മക്കളെയും ആക്രമിച്ചവശരാക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഒരു ഭാഗത്ത് നമുക്കിന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത്
മറുഭാഗത്ത് കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും തീരാ കയങ്ങളിൽ നിന്ന് തന്റെ ഭാര്യയെയും പിഞ്ചുമക്കളെയും കരകയറ്റുന്നതിനു വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച് കൂടണയുന്ന ഭർത്താക്കന്മാരുടെ മേൽ മനസ്സാ വാചാ കർമ്മണ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ ഒരു കൊടും രാക്ഷസനാക്കി മാറ്റിയെടുക്കുന്ന ഭാര്യമാരെയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ, കാമുകനോടൊപ്പം നാടുവിട്ട പൊന്നോമന മകളെയോർത്ത് പൊട്ടിപ്പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെയാണ് ഒരു ഭാഗത്ത് നമുക്കിന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത് വീടിന്റെ ഏഴയലത്ത് പോലും കയറ്റാൻ പറ്റാത്ത ഏതോ വൃത്തികെട്ട പെൺകുട്ടികളുമായി ചുറ്റി നടക്കുന്ന തന്റെ പൊന്നോമന മകനെയോർത്ത് പൊട്ടിപ്പൊട്ടിക്കരയുന്നതിനോടൊപ്പം ഇല്ല ഇല്ല, അവനുമായി എനിക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല, അവനെ എന്റെ വീട്ടിലേക്ക് കയറ്റുകയില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് അലമുറയിടുന്ന മാതാപിതാക്കളെയല്ലേ പ്രിയരെ നമുക്കിന്ന് ഈ സമൂഹത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മക്കളെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നവരാകും, ഒരുപാട് നോമ്പെടുക്കുന്നവരാകും, ഒരുപാട് സക്കാത്ത് കൊടുക്കുന്നവരാകും, ഒരുപാട് ഹജ്ജ് ചെയ്യുന്നുണ്ടാകും, ഉംറകൾ നിർവഹിക്കുന്നുണ്ടാകും, അമാലു സ്വാലിഹ കൊണ്ട് ധന്യമാകുന്നവരാകും, ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കുന്നവരാകില്ല. അതിന്റെ എല്ലാം കാരണത്താൽ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പാസ് വാങ്ങാനായി നിങ്ങൾ അങ്ങ് നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ പക്കൽ നിന്നും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കേഷനായി നിങ്ങൾ അങ്ങ് കാത്തു നിൽക്കുമ്പോ, അവിടേക്ക് രണ്ടുപേര് കടന്നു വരികയാണ്. നിങ്ങൾ കാരണം വഴിപിഴച്ചുപോയ മക്കൾ നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അവിടേക്ക് കടന്നു വരുന്നു. പടച്ച റബ്ബിന്റെ സമക്ഷത്തിലേക്ക് വന്നുകൊണ്ട് നരകത്തിൽ പോകാനായി വിധിക്കപ്പെട്ട ആ മക്കള് വന്നുകൊണ്ട് പറയുന്നു, അല്ലാ അല്ലാ, ഞങ്ങള് വഴിപിഴച്ചവരായി പോയി, ഞങ്ങൾ നിസ്കരിക്കാത്തവരാണ്, ഞങ്ങൾ നോമ്പെടുക്കാത്തവരാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്, ഹജ്ജ് ചെയ്യാത്തവരാണ്, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തവരാ. അതിന്റെ എല്ലാം കാരണത്താൽ നീയങ്ങ് ഞങ്ങളെ നരകത്തിലേക്ക് പോകാനായി വിധിച്ചല്ലോ. എന്നാൽ ഞങ്ങളിതാ നിന്റെ മുന്നിൽ ഒരപേക്ഷ സമർപ്പിക്കുന്നു. അല്ലാ, പടച്ച തമ്പുരാനേ, അല്ലാഹുവേ, ഞങ്ങൾ വഴിപിടച്ചു പോയതിന്റെ കാരണക്കാർ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വഴിപിടച്ചതിന്റെ ഉത്തരവാദികൾ ഞങ്ങൾ മാത്രമല്ല അല്ലാ, മറിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ട് വലിയ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഈ മാതാപിതാക്കളുണ്ടല്ലോ, ഇവർ ഞങ്ങൾക്ക് നിന്നെ പറ്റി പഠിപ്പിച്ചു തന്നില്ല, നിന്റെ ദീൻ പഠിപ്പിച്ചില്ല, നിസ്കരിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചില്ല, ഞങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞില്ല, ഞങ്ങളെ നിന്റെ ദീനിന്റെ വഴിയനുസരിച്ച് നടത്തിയില്ല. അതിന്റെ എല്ലാം കാരണത്താലാണ് റബ്ബേ ഞങ്ങളങ്ങ് വഴിപിടച്ചു പോയത്. അതുകൊണ്ടൊരു കാര്യം നിന്നോട് ഞങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എന്നാൽ അതിന് മുമ്പായി ഞങ്ങളെ ഈ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരാക്കിയ ഈ നിൽക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ നെഞ്ചത്ത് ഞങ്ങളൊന്ന് കയറി നിൽക്കട്ടെ.
റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹ്ത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അവരധമന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതുവരെ ഞങ്ങളുടെ കാലുകൾക്ക് ചുവട്ടിലിട്ട് അവരെ ഒന്ന് ചവിട്ടി തേക്കട്ടെയോ റബ്ബേ എന്നങ്ങ് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വഴിപിഴച്ചുപോയ മക്കൾ അല്ലാഹുവിനോട് വന്നുകൊണ്ട് പറയുന്നൊരവസ്ഥ എത്ര ദയനീയമാ, എത്ര വേദനാജനകമാണ് പ്രിയരേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരത്തിൽ മക്കൾ പിഴച്ചു പോകാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹക്കായ ദീൻ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്ക്, ദീനിനെ നിലനിർത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. അങ്ങനെ അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പറ്റി പഠിക്കണം. ദീനിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവർ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് നമ്മുടെ ദാറുൽ മുസ്തഫയുടെയും മറ്റു ദീനീ സ്ഥാപനങ്ങളുടെയും എല്ലാം പ്രാധാന്യം. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിച്ച ഒരൊറ്റ കുട്ടികളും അള്ളാഹുവിനെ മറന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറക്കുന്ന ഈ സമൂഹത്തിൽ നിന്നും അള്ളാഹു തആല മനസ്സമാധാനത്തെ എടുത്തു കളയുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കൂ. പ്രസവിക്കപ്പെട്ട സമയം മുതൽ കണ്ണിരെണ്ണയൊഴിച്ച് കാത്തു വളർത്തിക്കൊണ്ടുവന്നിട്ട് കേവലം 14-15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകൊടികൾ അന്യ യുവാക്കളുമായി നാട് വിട്ടോടിയിട്ട് പോലീസ് സ്റ്റേഷനുകളിലും കോടതി വരാന്തകളിലും വെച്ച് സ്വന്തം മാതാപിതാക്കളോട് ഉമ്മ വാപ്പ നിങ്ങളങ്ങ് പൊക്കോ, ഞാൻ എന്റെ അണ്ണന്റെ കൂടെ പോവുകയാ, ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന വൃത്തികെട്ട ജന്തുക്കളെ പ്രസവിച്ച് വളർത്തിപ്പോയതിന്റെ പേരിൽ കൈ കടിച്ചുകൊണ്ട് തലക്കിട്ടടിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മാന്യതയുള്ള സമൂഹത്തിന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കാൻ കഴിയാതെ ഓച്ചാനിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഈ സമൂഹത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നാഴികയും 9 വിനാഴികയും താണ്ടി ഗർഭം ധരിച്ചു മരണത്തോടടുത്ത വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയെയും വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട വാപ്പയെയും ഉപ്പയെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ലോഡ്ജായ ലോഡ്ജ് മുഴുവനും കയറി ഇറങ്ങി, ഫ്ലാറ്റായ ഫ്ലാറ്റ് മുഴുവനും കയറി ഇറങ്ങി. 8-10 ദിവസം കഴിയുമ്പോ എന്റെയും നിന്റെയും ജാതകമൊക്കുന്നില്ല എന്ന് പറഞ്ഞ് തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ശേഷം പറന്നിറങ്ങിയ കൂടുകളിലേക്ക് തന്നെ അഥവാ സ്വന്തം വീടുകളിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ മകളുടെ ദുരവസ്ഥയിൽ തളർന്നുപോയ പ്രിയപ്പെട്ട മാതാവിനെ കണ്ടുകൊണ്ട് മകളുടെ വേദനാജനകമായ അവസ്ഥയിൽ മനം നൊന്ത് നാടുവിട്ടുപോയ പ്രിയപ്പെട്ട ഉപ്പയുടെ കഥ കേട്ടുകൊണ്ട് നെഞ്ചിലിടിച്ചു നടുവീർപ്പെടുന്ന ഈ എത്രയെത്ര യുവതികളെയാ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഈ സമൂഹത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാർമ്മിക അധപ്പതനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നീ സമൂഹവും ഇന്നീ സമുദായവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിൽ ഇനി ഈ ഉമ്മത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും വേദനാജനകമായ അവസ്ഥകളിലേക്കും നമുക്കൊരെത്തിനോട്ടം നടത്താം. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ ജൂതപ്പടയുടെ വെടിയേറ്റ് പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു മക്കളുടെ മയ്യിത്തുകൾ ചവിട്ടി മെതിക്കപ്പെടുകയല്ലേ. ആയിരക്കണക്കിന് യുവാക്കൾ ഇസ്രായേലി പട്ടാളക്കാരുടെ ബൂട്ട്സിനടിയിൽപ്പെട്ട് നെരിഞ്ഞമരുകയല്ലേ.
ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരിമാരുടെ രോധനങ്ങൾ ഇന്നും നിലയ്ക്കുന്നില്ലല്ലോ. ഈ സമുദായത്തിന് ഇന്ന് എവിടെയാ പ്രിയരെ സമാധാനം ഉള്ളത്? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സമാധാനമുണ്ടോ? ഖത്തറിൽ സമാധാനമുണ്ടോ? ഒമാനിൽ സമാധാനമുണ്ടോ? അബുദാബി സമാധാനമുണ്ടോ? ഇങ്ങനെ എവിടെ നോക്കിയാലും ഈ സമുദായത്തിൽ നിന്ന് സമാധാനമില്ല. എന്തിനേറെ പറയണം, വിശ്വമഖിലമുള്ള വിശ്വാസി സഞ്ചയം വിഷമഘട്ടങ്ങളിൽ വിറയ്ക്കുന്ന കരങ്ങളുമായി, തുടിക്കുന്ന ഹൃദയവുമായി, വിതുമ്പുന്ന ചുണ്ടുകളുമായി ഏതൊരു പരിശുദ്ധമായ ഗേഹത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിശുദ്ധ ഗേഹമായ കഅബ ശരീഫ് നിലകൊള്ളുന്ന സാക്ഷാൽ സൗദി അറേബ്യയിൽ പോലും സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഈ ഉമ്മത്തിൽ നിന്ന് കഴിയാത്ത അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ കാര്യം പറയേണ്ടതുണ്ടോ പ്രിയപ്പെട്ടവരെ? വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ നേർക്ക് വെടിയുതിർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. ഈ സമുദായത്തിന് ഇന്ന് എവിടെയും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാൻ കഴിയുന്നില്ല. ഈ ഉമ്മത്തിന്റെ പച്ചമാംസം കൊത്തിവലിച്ചുകൊണ്ട് പോകുന്നതിനു വേണ്ടി ആഗോളതലത്തിൽ സിയോണിസ്റ്റ് ചാരന്മാർ കറങ്ങി നടക്കുകയാണ്. മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇസ്ലാമിക ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും തച്ചുടച്ച് തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ചില പത്രമാധ്യമങ്ങളും തൂലിക തൊഴിലാളികളും തക്കം പാർത്ത് നടക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? ചുരുക്കി പറഞ്ഞാൽ കഴുകന്മാർ ശവം കൊത്തി വലിക്കുന്നത് പോലെ ഉമ്മത്ത് മുഹമ്മദിയ നാനാഭാഗത്തു നിന്നും അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനികളെ, ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരു പച്ചയായ സത്യമാണെന്ന്, ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് നാം എവിടെയും പോകേണ്ടതില്ല. 14 മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് പോരാ, മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ പോരാ, നമ്മുടെ ഈ സദസ്സിന്റെ ആരവമായി, നമ്മുടെ ഈ സദസ്സിന്റെ ആർജവമായി അലറിയടിക്കുന്ന അലമാലകളെ പോലെ മദീനയിലേക്ക് ഒഴുകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഈ സദസ്സിന്റെ സമ്മാനമായി സലാത്തുകൾ എത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന സർവ പ്രയാസങ്ങളുടെയും കാരണം ആരംഭ കൺമണി സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ സച്ചരിതരായ സഹാബത്തുൽ കിറാമിന് ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ പ്രയാസങ്ങളുടെയും കാരണം അവിടുന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സച്ചരിതരായ സ്വഹാബത്തുൽ കിറാമിനോട് പറയുകയാണ്, ഓ സഹാബ, അസഹ്യമായ വിശപ്പിന്റെ വിളിയാളങ്ങൾ കൊണ്ട് വിഷമിച്ചു പോയ വിശപ്പാളികളുടെ മുന്നിലേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണത്തളിക കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ ആ ഭക്ഷണത്തളികയിലേക്ക് നാനാഭാഗത്തു നിന്നും വിശപ്പാളികൾ കൈയിടുന്ന പോലെ വിശപ്പാളുകൾ നാനാഭാഗത്തു നിന്നും അതിലേക്ക് ആവേശത്തോടെ കൈയിടുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ ആക്രമിക്കപ്പെടുന്ന, എന്റെ ഉമ്മത്തിനെ ക്രൂശിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സഹാബ.
സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, പുന്നാര നബി തങ്ങളെ, അത് അവിടുത്തെയുടെ ഉമ്മത്തിന്റെ അംഗബലം കുറവാകുന്നത് കൊണ്ടാണോ അവിടുത്തെ ഉമ്മത്ത് ആക്രമിക്കപ്പെടുക? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ല സഹാബ, അല്ല സഹാബ, അല്ല അല്ല, ഒരിക്കലുമല്ല. എന്റെ ഉമ്മത്തിന്റെ അംഗബലം കുറവാകുന്നത് കൊണ്ടല്ല എന്റെ സമുദായത്തെ ആക്രമിക്കപ്പെടുക, മറിച്ച് എന്റെ ഉമ്മത്തിന് അവസാന കാലഘട്ടത്തിൽ മാരകമായ 2 രോഗങ്ങൾ പിടികൂടും. സഹാബത്തെ, മാരകമായ 2 രോഗങ്ങൾ എന്റെ ഉമ്മത്തിന് അവസാന കാലഘട്ടത്തിൽ പിടികൂടും. അതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിനെ ആക്രമിക്കപ്പെടുന്നതെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, പുന്നാര നബി തങ്ങളെ, ഏതൊക്കെയാണ് രോഗങ്ങൾ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അത് മറ്റൊന്നുമല്ല, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള ഹുബ്ബും മരണത്തോടുള്ള വെറുപ്പുമാണ് എന്റെ ഉമ്മത്തിനെ ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള ഹുബ്ബെന്ന് പറയുമ്പോ ആദ്യമായിട്ട് എന്താണ് ഈ ദുനിയാവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി എന്താണ് ഈ ദുനിയാവെന്ന് നാം മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അദ്ദുനിയാ ജീഫത്തുൻ വആകിലുഹൽ കിലാബ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നശിച്ചു നാറിയ ശവമാണ്, ചീഞ്ഞളിഞ്ഞ ശവം. ആ ദുനിയാവിനെ ഭക്ഷിക്കുന്നവർ, ആ ദുനിയാവിന്റെ പിന്നാലെ കൂടുന്നവർ, സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ആ ദുനിയാവിന്റെ പിന്നാലെ കൂടുന്നവർ നായ്ക്കൾക്ക് സമാനമാണെന്ന് ആരംഭ കൺമണി സയ്യിദുനാ വ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ ആശയം ഈ ദുനിയാവിൽ ഒരു വീട് വേണ്ടെന്നല്ല, യാത്ര ചെയ്യാൻ ഒരു കാർ വേണ്ടെന്നല്ല, മറ്റ് അത്യാവശ്യ സുഖ സൗകര്യങ്ങളൊന്നും തന്നെ പാടില്ലെന്നല്ല, മറിച്ച് ആഡംബര ജീവിതം നയിച്ച് മരണത്തെ മറന്ന് മതിമറന്ന് ജീവിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതെന്ന് നാം മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഹിയദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഈ ദുനിയാവെന്നാൽ നിസാരമായവയിൽ വെച്ച് ഏറ്റവും നിസാരമായതാണ്. വആശിഖുഹാ, ആ ദുനിയാവിനെ ആശിച്ചുകൊണ്ട്, ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട്, ദുനിയാവിൽ ഭ്രമം വെച്ചുകൊണ്ട് ആ ദുനിയാവിന്റെ പിന്നാലെ കൂടുന്നവർ അദല്ലു മിനൽ ദലീലി, നിസാരരിൽ വെച്ച് ഏറ്റവും നിസാരൻ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഏറ്റവും നിസാരമായതാണ്. അതിന്റെ പിന്നാലെ കൂടുന്നവർ നിസാരരിൽ വെച്ച് ഏറ്റവും നിസാരരാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അദ്ദുനിയാ ദാറുമൻ ലാ ദാറ ലഹു വമാലുമൻ ലാ മാല ലഹു ഖദ് യജ്മഉഹാ മൻ ലാ അഖ്ല ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അദ്ദുനിയാ ദാറുമൻ ലാ ദാറ ലഹു. ഈ ദുനിയാവാകുന്നത് ചിലരുടെ വീടാണ്, അവർക്ക് യഥാർത്ഥ ഭവനമാകുന്ന, യഥാർത്ഥ വീടാകുന്ന, സ്വർഗമാകുന്ന ഭവനത്തിൽ പ്രതീക്ഷയില്ലാത്തവരാണ്. മാലുമൻ ലാ മാല ലഹു. ഈ ദുനിയാവെന്നാൽ ചിലരുടെ സമ്പത്താണ്, ഈ ദുനിയാവെന്നാൽ ചിലരുടെ ധനമാണ്. ലാ മാല ലഹു,
അവർക്ക് യഥാർത്ഥ ധനമാകുന്ന യഥാർത്ഥ സമ്പത്താകുന്ന സ്വർഗമാകുന്ന സമ്പത്തിൽ സ്വർഗമാകുന്ന സമ്പാദ്യത്തിൽ പ്രതീക്ഷയില്ലാത്തവരാണ്. ഖദ് യജ്മഉഹാ മല്ല മൂത്തിമുൽ ബനാതി വല്ലബ്നാ മുബ്കിൽ ഉമ്മഹാതി വല്ലബാ മുഫർരിഖുൽ ജമാഅതി വഹാബിൽ ഉമ്മഹാതി വല്ലബാ. ഉപ്പമാരെയും ഉമ്മമാരെയും കരയിപ്പിക്കുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. മുഫർരിഖുൽ ജമാഅത്ത്, എല്ലാ സംഘങ്ങളെയും പിരിച്ചു കളയുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. വഹാത്ത് വസ്സലാമിനോട് ചോദിക്കുന്നു, ഓ അസ്റായീലേ, അസായിറുൻ അന്തം ഖാബിളു, ആഗമന ഉദ്ദേശം എന്താണ്? കണ്ട് മടങ്ങലാണോ അതോ എന്റെ റൂഹിനെ പിടിക്കലാണോ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടുന്ന് അങ്ങ് അനുവാദം തന്നു കഴിഞ്ഞാൽ അവിടുത്തെ റൂഹിനെ പിടിക്കാനും, അതല്ല അവിടുന്ന് അനുവാദം നൽകിയില്ലെങ്കിൽ കണ്ട് മടങ്ങാനുമാണ് എന്നോട് അല്ലാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ അസ്റായീലേ, ഈ ദുനിയാവിലുള്ളതായ എന്റെ അജലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾക്ക് എന്റെ റൂഹിനെ പിടിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്റെ 23 കൊല്ലത്തെ നുബൂവത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ എന്റെ അടുക്കലേക്ക് 24,000 പ്രാവശ്യം കടന്നു വന്ന മുഖറബായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അവിടുത്തെ ഹുദൂരിയത്ത് എന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകണം. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബി തങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് ആകാശലോകത്ത് അവിടുത്തെ റൂഹിനെ സ്വീകരിക്കാനായി മലക്കുകളെ സഫൻ സഫായി അണിയണിയായി വരിവരിയായി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്തേക്ക് കടന്നു ചെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് വരികയാണ്. അവിടുത്തെ പരിശുദ്ധമായ സമക്ഷത്തിലേക്ക് വരികയാണ്. പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കാലിലെ പെരുവിരലിൽ നിന്നും അവിടുത്തെ റൂഹിനെ പിടിക്കാൻ ആരംഭിക്കുകയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലേക്ക് തലചായിച്ചുകൊണ്ട് കിടക്കുന്ന നബിയുർ റഹ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിരിക്കുന്ന പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് കൈയമർത്തിക്കൊണ്ട് അവിടുന്ന് അങ്ങ് വിളിച്ചു പറയുകയാണ്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ്, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലേ. ഉടനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബി തങ്ങളെ, അവിടുന്ന് ബുദ്ധിമുട്ടരുതേ. അവിടുത്തെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിലിട്ടിരിക്കുന്ന നൂല് ഊരിയെടുക്കുന്നത് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണോ അതുപോലെയാണ് അവിടുത്തെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, ഓ അസ്റായീലേ, എന്റെ അവസ്ഥ തന്നെ ഇത്രയധികം വേദനാജനകമെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അവിടുത്തെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുക.
കള്ളിമുൾച്ചെടിയിലേക്ക് ചുറ്റപ്പെട്ടതായ വസ്ത്രം അത് വലിച്ചൂരിയെടുക്കുന്നത് എത്രത്തോളം കാഠിന്യത്തോടെയാണോ, അതുപോലെയാണ് ഞാൻ അവിടുത്തെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുക. അതിനാണ് എന്നോട് അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുമ്പോ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പൊട്ടി പൊട്ടി കരയുന്നു. അവിടുത്തെ ഉമ്മത്തിന്റെ അവസ്ഥ ചിന്തിച്ചുകൊണ്ട് വളരെ അധികം ദുഃഖിക്കുന്നു. അവിടുത്തെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ പിടിച്ചെത്തുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് അങ്ങ് വിളിച്ചു പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി അസ്സലാ അസ്സലാ അലൈക്കും ബിസ്സലാ. നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. ഈ മിഅ്റാജിന്റെ സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ആ നിസ്കാരം നിലനിർത്തണേ എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്നും അങ്ങ് വിട പറയുകയാണ്. ഇഹലോകവാസം വെടിയുകയാണ്. ആകാശം സന്തോഷിക്കുകയാണ്. ഭൂമി ലോകം പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് മുഴുവനും വിങ്ങിപ്പൊട്ടുകയാണ്. പ്രപഞ്ചമഖിലവും വേദനാജനകമായ അവസ്ഥയിലാണ്. ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകവാസം വെടിയുകയാണ്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. തങ്ങളെ അങ്ങില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്ന പ്രപഞ്ചാതി ലോകത്തെ മുഴുവനും ഞാൻ പടക്കുമായിരുന്നില്ലെന്ന് അല്ലാഹു പറഞ്ഞ സർവ്വ റഹ്മത്തിന്റെയും കാരണക്കാരൻ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകവാസം വെടിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്നങ്ങ് വിട പറയുമ്പോ സഹാബത്ത് മുഴുവനും തേങ്ങിക്കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയുന്ന സഹാബികളെ സമാധാനിപ്പിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി നടക്കുകയാണ്. അലിയാർ തങ്ങൾ തേങ്ങിക്കരയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്നതാ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി ഇരുന്നു കൊണ്ട് കരയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ വഫാത്ത് അറിയുന്നത്. കയ്യിലുണ്ടായിരുന്ന മെഴുവെടുത്തുകൊണ്ട് അവിടുത്തെ കണ്ണ് ചൂഴ്ന്നു കളയുന്നു. കണ്ണതാ ചൂഴ്ന്നെടുത്ത് കളയുകയാണ്. എന്റെ ഹബീബിനെ കാണാൻ കഴിയാത്ത കണ്ണ് ഇനി എനിക്ക് വേണ്ട. അത്തരത്തിൽ ഹബീബായ തങ്ങളെ പ്രണയിച്ച സഹാബ അവരോടൊപ്പം പടച്ച റബ്ബേ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, നബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സമ്മേളിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മതിമറന്നൊരു ജീവിതം നയിക്കാതെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ച തമ്പുരാനെ നല്ല നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിന്റെ നിസാരത മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുനിയാവ് നിസാരമാണെന്നും ഇവിടെ നിന്ന് വിശാലമായ ആഖിറത്തിലേക്കാണ് നാം പോകേണ്ടതെന്നും അതിന്റെ ആദ്യത്തെ പടിയാണ് മരണമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ മരണത്തിന്റെ വേദനാജനകമായ അവസ്ഥകളും ഏത് സമയവും ഏത് രൂപത്തിലും നാം ഏവരും മരിക്കാൻ, നാം ഏവരും മരണപ്പെട്ടു പോയേക്കാം എന്ന ഓർമ്മയോടുകൂടി ഈ ദുനിയാവിലുള്ളതായ നിസാരമായ ജീവിതം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള വിളനിലമാണ് ഈ ദുനിയാവെന്ന ഓർമ്മയോടുകൂടി
ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഈ ദുനിയാവെന്ന ചിന്തയോടുകൂടെ ആഖിറത്തിലേക്ക് കൃഷി എടുത്തുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഈ കുറഞ്ഞ ജീവിതത്തിൽ നമ്മെ കൊണ്ട് കഴിയുന്നത്ര പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് ഒരൊറ്റ വഖ്ത് നിസ്കാരം പോലും മുടക്കാതെ ഈ മിഅ്റാജിന്റെ സന്ദേശമായി ഈ മിഅ്റാജിൽ നാം എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞ, ഒരൊറ്റ വഖ്ത് നിസ്കാരം പോലും ഈ മിഅ്റാജിൽ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സമ്മാനമായി നൽകിയതാണ്. ഇത് ഞാൻ ഒരിക്കലും മുടക്കുകയില്ല. 5 വഖ്ത് നിസ്കാരവും കൃത്യമായി നിസ്കരിക്കും എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ മിസ്ലു സവാബ് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. വിശിഷ്യ ഈ സദസ്സിൽ പങ്കെടുത്ത ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ വല്യുപ്പായി ഈ 1 വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ.